ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നാടൻ ഞണ്ട് റോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഓയിലിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്. ഇത് വറുക്കാതെ പൊടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. പിന്നെ ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ഈ പേസ്റ്റ് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴന്ന് വരണമെന്നില്ല, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും 1/4 ടീസ്പൂൺ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിൻ്റെ എരിവാണ് ഇതിൽ കൂടി നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത പച്ചമുളക് എരിവ് കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 തക്കാളി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മളിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഞണ്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നല്ലോണം വേവണമെന്നില്ല, ഈ ഞണ്ടിൻ്റെ കൂടെ തക്കാളിയും വെന്തോളും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം 1 മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും.